വ്ളോഗ്സ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ക്രോപ്പ് ടോപ്പ് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഷേപ്പ് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ താഴത്തായിട്ട് മിഡിലായിട്ട് തന്നെ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ മേളിൽ സിഗ്സാഗ് ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ കട്ട് ബീഡ് വെച്ച് പോരാനാണേ. അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പ് ഫുള്ള് നമ്മൾ കട്ട് ബീഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണ്, എങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നെക്കിൻ്റെ താഴത്ത് കറക്റ്റ് ഓരോ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം പാറ്റേൺ വരച്ച് പോകാനായിട്ട്, നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും കേട്ടോ. സിമ്പിളാണ്. ഈ ലൈൻ വരച്ചിരിക്കുന്ന പൊസിഷനിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് പോരുക. നമ്മൾ ഈ സിഗ്സാഗ് പാറ്റേൺ വരച്ചിരിക്കുന്ന ഭാഗത്തും 2 or 3 കട്ട് ബീഡ് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈൻ അനുസരിച്ച് 2 or 3 കട്ട് ബീഡ് ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് ചെയ്തു പോരാം കേട്ടോ. വളരെ ഈസിയാണ്. നമ്മൾ കറക്റ്റ് പാറ്റേൺ ഒന്ന് ഡ്രോ ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു 14 ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു 15 ഇഞ്ചസ് ആ ഒരു രീതിയിലൊരു ക്രോപ്പ് ടോപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. നമുക്ക് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹെവി ആയിട്ടുള്ള ഈ പാർട്ടി വെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ക്രോപ്പ് ടോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ബീഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ എടുത്തേക്കുന്ന ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡാണ്. അപ്പോൾ എൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ത്രെഡ് നോർമൽ സ്വിങ് ത്രെഡാണേ. നോർമൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഇപ്പോഴും ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചും നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ നെക്ക് ലെങ്തും വിഡ്ത്തും നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നെക്കാണ് എടുത്തേക്കുന്നത്. നെക്കിന് തൊട്ട് താഴത്തായിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ നമ്മളിതുപോലെ സിഗ്സാഗായിട്ട് കട്ട് ബീഡ് കൊടുത്ത് പോരുന്നുണ്ട്. പിന്നെ കറക്റ്റ് 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫുള്ളും വരച്ചിട്ട് മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഫസ്റ്റ് ഞാൻ ഈ ഒരു ലൈനിലാണ് ചെയ്ത് പോരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുവാണേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ളും നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ലൈനും ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരേണ്ടതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ സിഗ്സാഗായിട്ട് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് 2 or 3 കട്ട് ബീഡ് വെച്ച് നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഒരു പാറ്റേണിൽ തന്നെ ചെയ്ത് പോരാവേ. വളരെ ഈസിയാണ്. കട്ട് ബീഡ് മാത്രം മതി കേട്ടോ. അത് ഞാൻ പറഞ്ഞ ബിഗിനേഴ്സിനും ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പാറ്റേണിലാണ് ചെയ്ത് പോരേണ്ടത്. നമ്മൾ താഴത്ത് വരച്ചിരിക്കുന്ന ലൈനിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡും മേളത്തെ സിഗ്സാഗ് പാറ്റേണിൽ നമുക്കിതുപോലെ 3 കട്ട് ബീഡ് വീതം ഈ ഒരു ഷേപ്പിന് തന്നെ ചെയ്ത് പോരുക കേട്ടോ. വളരെ ഈസിയാണ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ഡിസൈനാണ്. എന്നാൽ ബിഗിനേഴ്സിന് പോലും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രോപ്പ് ടോപ്പ് ഫുള്ളും 1 ഇഞ്ച് ഗ്യാപ്പിൽ ഈ സെയിം വർക്ക് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഫുള്ളും നമ്മളിതുപോലെ കട്ട് ബീഡ്സ് മാത്രമേ വെച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുക. പിന്നെ നമ്മൾ സിഗ്സാഗ് പാറ്റേണിൽ 3 കട്ട് ബീഡ് വീതം ചെയ്ത് പോരുവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.